കോടതി ഉത്തരവ് മറികടന്ന് പൊതുജനങ്ങളുടെ വഴി തടഞ്ഞ് വനം വകുപ്പ്. ഇടുക്കി എറണാകുളം ജില്ലയുടെ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന 6 മൈൽ മാങ്കുള റോഡിൽ മാമലക്കണ്ടത്താണ് വനം വകുപ്പ് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞത്. റോഡുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്കെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെയും വനം വകുപ്പ് തടഞ്ഞു. പാസ് നൽകി ജനങ്ങളെ കടത്തിവിടണമെന്ന കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് വനം വകുപ്പിന്റെ നടപടി. ആയിരത്തി 1980 സെൻട്രൽ ഫോറസ്റ്റ് ആക്ടും 1961 കേരള ഫോറസ്റ്റ് ആക്ടും ഉണ്ടാകുന്നതിന് മുമ്പ് 1955 മുതൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണിപ്പോൾ വനംവകുപ്പ് അവകാശം പറഞ്ഞ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് ഗതാഗതം തടഞ്ഞിരിക്കുന്നത്. പഴയ ആലുവ മൂന്നാർ റോഡിൽ വന്യമൃഗ സാന്നിധ്യമുണ്ടെന്ന കാരണം പറഞ്ഞ ഇതുവഴിയുള്ള സഞ്ചാരം വനംവകുപ്പ് മുമ്പ് തടഞ്ഞിരുന്നു. പിന്നീട് നടത്തിയ ചർച്ചയിൽ 6 മൈൽ മാങ്കുളം റോഡ് ഗതാഗത യോഗ്യമാക്കുവാൻ ധാരണയായി. മലയോര ഹൈവേയായി റോഡ് പ്രഖ്യാപിച്ച നിർമ്മാണം ആരംഭിച്ചപ്പോൾ 2015 വനംവകുപ്പ് തടഞ്ഞു. 2016 വീണ്ടും സർക്കാർ ഇടപെട്ട നിർമ്മാണം ആരംഭിച്ചു. മാമലക്കണ്ടം വരെ പൂർത്തീകരിക്കുകയും ചെയ്തു. എന്നാൽ ബാക്കി നിർമ്മിക്കുവാൻ വനംവകുപ്പ് വീണ്ടും വിലങ്ങ് തടിയായി. സർക്കാർ ടെൻഡർ നടപടികളെല്ലാം വെച്ചിവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സമയത്ത് അന്നത്തെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിരുന്ന ശ്രീ വള്ളിയിൽ ഗോപിനാഥ് എന്ന് പറയുന്ന അദ്ദേഹം ഈ മേഖല സന്ദർശിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നും ഉദ്ദേശം ഒരു 2-2.5 കിലോമീറ്റർ അകലെ വനത്തിനുള്ളിൽ കലുങ്ക് പടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കലുങ്ക് പൊളിച്ചു നീക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഒറ്റ രാത്രി കൊണ്ട് JCB ഉപയോഗിച്ച് മുഴുവൻ കലുങ്കുകളും പൊളിച്ചു നീക്കി. അന്നോട്ട് ഈ റോഡ് തർക്കത്തിലാണ്. നിർമ്മാണം തടഞ്ഞതിനൊപ്പം മാമലക്കണ്ടത്ത് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് ഗതാഗതവും വനംവകുപ്പ് നിരോധിച്ചു. ഇതോടെ നാട്ടുകാർ കോടതിയെ സമീപിച്ചു. വഴി തടയാൻ പാടില്ലെന്നും പാസ് നൽകിയ ആളുകളെ കടത്തിവിടണമെന്നും കോടതി ഉത്തരവിട്ടു. എന്നാൽ വനംവകുപ്പ് കോടതി ഉത്തരവിനും പുല്ലുവിലയാണ് നൽകുന്നത്. എത്ര പരാതി കൊടുത്താലും യാതൊരു കാര്യമില്ലാത്ത അവസ്ഥയാണ്. തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോർട്ടലക്ഷ്യത്തിന് സമീപിച്ചോളം കോടതി പറഞ്ഞിട്ടുണ്ട്. കോർട്ടലക്ഷ്യത്തിന് കേസ് ഫയൽ ചെയ്യാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ. റോഡിനെ കുറിച്ച് പഠിക്കുവാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ പോലും വനംവകുപ്പ് കടത്തിവിട്ടില്ല. ആയിരക്കണക്കിന് ആദിവാസികളും മറ്റു നാട്ടുകാരും ഉപയോഗിക്കുന്ന 2 ജില്ലയിലൂടെ കടന്നുപോകുന്ന റോഡാണ് വനംവകുപ്പ് അടച്ചത്. അതും കോടതി ഉത്തരവ് മറികടന്ന്. കോടതി അലക്ഷ്യത്തിനെതിരെ കോടതിയെ സമീപിക്കുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. വഴിമുടക്കുന്ന വനംവകുപ്പിന്റെ നടപടി ഇതാദ്യമായിട്ടല്ല. ഇത്തവണ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴയും ഇടുക്കി ജില്ലയിലെ അടിമാലി മാങ്കുളം പഞ്ചായത്തുകളെയും പ്രതികൂലമായി ബാധിക്കുന്നുവെങ്കിലും ഏറ്റവും കൂടുതൽ ഉയരുന്ന ആരോപണം മാങ്കുളം പഞ്ചായത്തിനെ പൂർണ്ണമായി കുടിയൊഴിപ്പിക്കുന്നതിലുള്ള നീക്കത്തിന്റെ ഭാഗമെന്നാണ്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.